ഹലോ, നമ്മളിന്നൊരു ഗാർലിക് ചട്നി ഉണ്ടാക്കാൻ പോവാം. വെളുത്തുള്ളി ചമ്മന്തി. അപ്പം ഞാൻ അതിന് സാധനങ്ങൾ എടുത്ത് വെച്ചു. എന്നിട്ട് നമുക്കൊരു ഇച്ചിരി പുളി വെള്ളത്തിലിട്ട് വെക്കാം. അത് നമ്മളിതൊക്കെ വറുത്തെടുക്കുമ്പോഴത്തേ അതൊന്ന് കുതിരട്ടെ. അപ്പോൾ അതിന് ഞാനൊരു ചട്ടി അടുപ്പേ വെച്ചിട്ട് ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ആ വറ്റൽമുളകും ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പിലയും എല്ലാം വറുത്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ മുളക് മാത്രം ഇട്ടൊന്ന് വറുത്ത് കോരിയെടുക്കട്ടെ. ഇത് നമ്മുടെ പാണ്ടിമുളക്, പിരിയമുളകല്ല. അപ്പോൾ അതുകൊണ്ട് നല്ല എരിയുണ്ട്. പിന്നെ നമ്മൾ മുളക് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കിനി വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കറിവേപ്പിലയും കൂടെ വറുത്ത് കോരാം. അപ്പോൾ ഇത് ഞാനിന്ന് ഉണ്ടാക്കാനുള്ള കാരണം എൻ്റെ മൂത്ത പുത്രന് പനിയാണ്. അപ്പോൾ അയാൾക്ക് കറികളൊന്നും വേണ്ട, അച്ചാറൊന്നും വേണ്ട, മുളക് ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു കഴിക്കാൻ. അപ്പം ഞാൻ ഓർത്തേ ഇതിങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെക്കാമെങ്കിൽ 2-3 ദിവസം നമുക്ക് പുറത്ത് വെക്കാം, ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. അങ്ങനെ എടുത്ത് എന്തുമായാലും ഇനി ഒരു 3-4 ദിവസം പനിക്കോളാം. നല്ല പനിയും ചുമയാണ്. അപ്പോൾ ഇച്ചിരി കഞ്ഞിയോ ചോറോ ഒക്കെ കഴിച്ചോളും. മുളക് ചമ്മന്തി ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ആ പുളി നല്ലതായിട്ടൊന്ന് ഞെരടി വെച്ചു. നമ്മുടെ വറുത്തതെല്ലാം കൂടെ ഉപ്പും കൂടി ഇട്ട് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പം മുളക് പൊടിക്കകത്ത് വേണമെങ്കിലും ചെയ്യാമേ. മുളക് പൊടിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ അരച്ചിട്ട് കടുക് താളിച്ച് അതിനകത്തിട്ട് പച്ചച്ചുവ മാറുന്നത് വരെ മൂപ്പിച്ച് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പം എൻ്റേതായ രീതിയിൽ ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഈ വറ്റൽമുളകായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം ഒഴിച്ചല്ല അരച്ചേക്കുന്നത്. അപ്പോൾ മുളകിൻ്റെ അരി കിടപ്പുണ്ട്, അത് കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ആ വറുത്ത ചട്ടിക്കകത്തോട്ട് ഒഴിച്ച് ഇച്ചിരി കടുകും കറിവേപ്പിലയും ഇട്ട് നമ്മൾ അരച്ച് വെച്ച നമ്മുടെ ചമ്മന്തി അങ്ങോട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കട്ടെ. എന്നിട്ട് നമുക്ക് ആ പുളിയുടെ വെള്ളമില്ലേ, അത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ചമ്മന്തിക്ക് എത്ര പുളി വേണോ അത്രയും എടുക്കാം. അതല്ലെങ്കിൽ ഇതെല്ലാം കൂടെ വറക്കുന്ന സമയത്ത് നമുക്ക് പുളിയും കൂടെ ലാസ്റ്റിലിട്ട് ഒന്ന് ഇളക്കിയെടുത്ത് വേണമെങ്കിൽ അരയ്ക്കാം. അതല്ലെങ്കിൽ പച്ചയ്ക്ക് വേണേലും അരയ്ക്കാം. പക്ഷേ ഞാൻ ചെയ്യുന്നത് ഇപ്പം ഇങ്ങനെ. ഇതാകുമ്പോൾ 2-3 ദിവസം ഇരുന്നോളും നമുക്ക്. ഇതിപ്പോൾ അങ്ങനെ ഇരിക്കാനൊന്നും കാണത്തില്ല, ഇതങ്ങ് എളുപ്പം തീരും. എന്നാലും ഞാൻ പറയാം. അപ്പോൾ ദേ നമ്മുടെ ചമ്മന്തി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഗാർലിക് ചട്നി, വെളുത്തുള്ളി ചമ്മന്തി. അപ്പം ഞാനാണെങ്കിലേ ആ നമ്മൾ ആ ചമ്മന്തി ഉണ്ടാക്കിയ നമ്മുടെ ചെറിയ ചട്ടിയില്ലേ, അതിനകത്തോട്ട് ഇച്ചിരി ചോറിട്ട് പുരട്ടി കഴിക്കുകയാണെ ആർക്കെങ്കിലും കൊതി വരുന്നുണ്ടോ? അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ, സിമ്പിൾ വീഡിയോ ഇതായിരുന്നു. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് എളുപ്പം വരാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.